നിങ്ങൾ ആലോചിച്ച് കുത്തിരിക്കണേ പരിപാടി ഉഷാറായി നടന്നില്ലേ? എന്തെങ്കിലും മുഖത്ത് ടെൻഷൻ എന്താ? എന്ത് പരിപാടിയൊക്കെ ഉഷാറായി, നല്ല നാളും വന്നു, വെച്ചതൊക്കെ തീരും ചെയ്ത്. ആലോചിച്ച് നോക്ക്, നമ്മള് ആദ്യം കൊടുത്ത പൈസ ഒരു പൈസയും കിട്ടിയിട്ടില്ല. പൈസ കിട്ടിയില്ലേ? പരിപാടിയൊക്കെ വലിയ ഉഷാറായി നടന്നല്ലോ. പൈസ കിട്ടിയിന്, പക്ഷെ നമ്മളെ കൊടുത്ത പൈസ ഒക്കെ അവിടെ എടുക്കുന്നുണ്ട്. ഈ ബുക്കൊന്ന് നോക്കി നോക്കി, എനിക്ക് കിട്ടാനുള്ള പൈസ മുഴുവനും 2000 മുതൽ ചില കണക്കുകളുണ്ട്. ഇല്ലാന്ന് ഒരു പൈസ ആരും തന്നില്ല. ഇതിലെ പുതിയ ഇടപാടുകൾ വന്ന് അതുമായിട്ട് ടച്ച് ചെയ്ത് നോക്കൂ, ഒരു പൈസ അതിലുള്ള ഒരാളും ഇതിൽ പൈസ ഇട്ടില്ല. ഇത് കംപ്ലീറ്റ് ഞാൻ കൊടുത്ത പൈസ. നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കാനുള്ള ആവശ്യത്തിലുള്ള പൈസ അത് മോശമല്ലോ. ഞാനിപ്പോ പന്തലിന്റെ പൈസ കൊടുക്കണ്ടേ, വെപ്പാറിന് പൈസ കൊടുക്കണ്ടേ? വെപ്പാറിന് കൊടുക്കാം, അവിടെയുള്ളു. മറ്റേ ജ്വല്ലറിത്തൊക്കെ പോണോ? എന്നാ ഇറങ്ങി വെക്കന്നെ. ഞാനൊരു മോളെ പരിപാടി വിളിച്ചിന്, ഞാൻ കണ്ടില്ല. ഓ, ഞാൻ വന്നാണല്ലോ. ഓ, പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട്. ഞാനേ ഭക്ഷണം വാങ്ങി കൊടുത്തത്. ഇതിന്റെ പാർസലും കുറച്ച് കൊടുത്തു ഞാനിത്. അപ്പൊ നമ്മള് വന്നതേ കാരണം പരിപാടി കഴിഞ്ഞാണല്ലോ, അപ്പൊ കുറച്ച് കിട്ടാനുണ്ട്. അപ്പൊ പ്രശ്നം എന്താ വെച്ചാല് വെച്ച പൈസ കിട്ടിയില്ല. കൊടുത്ത പൈസ പരിപാടി വെച്ചതിന്റെ അത് അന്നത്തെ നമ്മളെ കുടിയിരിക്കലിന് വെച്ചൊരു ഇടപാടുണ്ട്. അന്നത്തെ അന്ന് 100 രൂപ കൂലിയുള്ള സമയത്ത് 200 രൂപ ബിരിയാണിക്ക് 30 രൂപ ഉള്ളൂ. ഇത് 150 രൂപ. അപ്പൊ ഞാൻ എന്താ പറയുക, പുതിയ ഇടപാട് നമ്മൾ എടുക്കില്ല. ഇതിന്റെ മോളെ പരിപാടിക്ക് വെച്ചിട്ടുണ്ട്, മോളെ കല്യാണത്തിന്റെ അതിന്റെ ഇടപാട് ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് കണക്ക് പറഞ്ഞു. പിന്നെ പുതിയ ഇടപാട് അതിന്റെ ഉണ്ട്, മോന്റെ പരിപാടി അതിന്റെ ഉണ്ട്. 3 ഇടപാട് അങ്ങനൊക്കെ ഉണ്ടല്ലേ. ഞാൻ കറക്റ്റ് ബുക്കൊന്നും നോക്കലില്ല. ഞാൻ റൂമിൽ പോയിട്ട് വരാം. എന്താ അവിടെ വെച്ചോളി, ബാക്കി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടാളി കേട്ടോ. ശരിക്കും നല്ല കാര്യങ്ങള് കല്യാണം വിളിക്കുന്ന സമയത്ത് തന്നെ അവരുടെ വാങ്ങി പോകുന്നത് നല്ലത്. 2 വ്യക്തി വരേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോ പണ്ടത്തെ മാതിരി അല്ലല്ലോ. ഇപ്പൊ പെട്ടി ആയതിനെ കൊണ്ട് ആരാ കൊണ്ട് ഇടണ്, ആരാ കയ്യിൽ വാങ്ങാണേല് നമുക്കറിയാം. നമ്മ ഇനി നാളെ നോക്കിയാലോ, ഇന്ന് മാക്സിമം തീർക്കല്ല ചെയ്യണം. എന്നാ ഒരു വെള്ളം കുടിക്കാം. ഒരു സേഫോ 2 വെള്ളം. ഇതെന്താ രണ്ടാളും ബുക്കൊക്കെ ആയിട്ട് അല്ല പിരിവട്ടാണ് നീ? അത് പിരിവൊന്നല്ലടാ, സേഫ് അല്ലേ? മോന്റെ പുതിയ ഇടപാടുണ്ട്. ഉണ്ടോ? അത് നാം ക്ലിയർ ചെയ്ത ഒന്ന് നോക്ക്. എത്ര ഉണ്ട്? അത് 1000 രൂപ ഉണ്ട്. 1000 സേഫോ? ഇന്നോട് വാ, ഒന്ന് ക്ലിയർ ആക്കി കേട്ടോ. സംഭവം എന്തേ? ഇത് അസീസ് ഖാന്റെ മോളെ പരിപാടി ഇന്നലെ കഴിഞ്ഞല്ലോ. ഞാൻ അപ്പൊ അതിന് ചെറിയ കിട്ടാണ്ടൊക്കെ ഒരു ബുക്ക് വെച്ചിന്, കിട്ടാനുള്ളത് വേണ്ടി വെച്ചിരുന്നത്. അപ്പൊ പഴയ കിട്ടാനുള്ള കിട്ടിയിട്ടില്ല, പുതിയ ഇടപാടാണല്ലോ. അപ്പൊ അതിൽ നിങ്ങളെ പേരുണ്ട്. കൊടുത്തിന്. അപ്പൊ പുതിയ ഇടപാട് നോക്കുന്നില്ല. അപ്പൊ ഇത് നിങ്ങൾ വെച്ചിട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിട്ടാണ്. പുതിയ ഇടപാടാകുമ്പോഴില്ല, ഇതൊരു അക്കടപാടാണല്ലോ ഇത്. അപ്പൊ അതുകൊണ്ടാട്ടോ ഒന്ന് വിചാരിക്കരുത്. പോവാ, അത് റെഡി ആക്കി കേട്ടോ. അതാ നല്ലത്. ഇനി നാളെ ആക്കടാ. നമുക്ക് മാക്സിമം ഒന്ന് തീർക്കണം. നല്ലൊരു ബുദ്ധിയാണ്. വീടൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ സമാധാനം. ഇവിടെ നമ്മൾ ഇവന്റെ കണക്കൊന്ന് നോക്കിച്ചാൽ അത്യാവശ്യം പൈസ ആയില്ലേ? അസ്സലാമലൈക്കും. എന്താ നമ്മളെ കണക്കൊക്കെ എത്രയാണ്? 40 ചില്ലറുണ്ടല്ലോ, അത് നിങ്ങൾ 40 രൂപ ഉണ്ടാക്കിയാൽ ഉള്ള പൈസ ഒപ്പിച്ചു കൊടുക്കല്ലേ? കുറച്ച് കുറവുണ്ട് ഉള്ളത്. ബാക്കി 20 രൂപ ബാക്കി 2 ദിവസം കൂടെ എത്തും. ആയിക്കോട്ടെ കേട്ടോ, 2 ദിവസം കൂടെ എത്തിച്ചേരാം. ഞാൻ എന്നെ കാണാൻ കാത്തിക്കാട്ട് വരിക വീട്ടിലേക്ക്. എന്താ സമാധാനം, എനിക്ക് ഉംറക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടി മാസം ലാസ്റ്റ്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ എന്തേലൊക്കെ പറഞ്ഞു പോയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങളെ മനുഷ്യന്മാരല്ലേ. അപ്പൊ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. എന്താ പറയുക, എനിക്ക് വേണ്ടി എല്ലാ നിലക്കും ദ്വയർക്കണം കേട്ടോ. എന്നാ ശരിയാ, ഓ അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഡേറ്റ് ഈ മാസം ലാസ്റ്റിലാണ് പറഞ്ഞ വിളിക്കാറിഞ്ഞു. അല്ലാണ്ട് പോലെ നല്ലൊരു യാത്ര പോവല്ലേ, ഇടപാട് തീർക്കാതെ പോകാൻ പറ്റുമോ? എക്കടപാടോ? ഞാൻ എനിക്ക് എന്തോ തരാണ്ടോ? എനിക്കല്ല, അസീസ് ഖാന്റെ പരിപാടി കഴിഞ്ഞല്ലോ. അതിലിപ്പോ ഉസ്മാൻ നോഞ്ഞിക്കാന്നല്ലേ, അതിലിപ്പോ 2 ഇടപാട് കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? അത് നന്നായി കേട്ടോ പറഞ്ഞത്. കാര്യം എന്താണെങ്കിലും അതാണ് തീർന്നോട്ടെ. ഇപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്തോളാം. ഇതാട്ടോ, ഇതാ ഒരു 500 രൂപ വെച്ചോളൂ. അത് ഏതായാലും നല്ല പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ടോട്ടെ. നിങ്ങൾ പറഞ്ഞത് ഏതായാലും നന്നായിക്കാ. കാരണം എന്താണെന്നറിയോ, അതേമാതിരി എനിക്ക് ഇനിയും ഇടപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നോക്കി ഇനി അത് തീർത്തിട്ട് ബാക്കി പരിപാടിയൊക്കെ ഉള്ളു, യാത്ര പറച്ചിലൊക്കെ. വയസ്സേ നമ്മളെ പരിപാടിക്ക് ഒന്നും വന്നില്ലല്ലോ. കല്യാണം ഉണ്ടായിനി മോളെ. ഞാൻ ഇവിടെ ലേറ്റ്. ഞാൻ ഗുരുവായൂർ ഒന്ന് പോയിനി. മോളെ ഒരു ഡാൻസ് ഇത് മഹേഷ് എന്നുള്ള ചെറിയ ഇടപാടുണ്ട്. ചെറിയ പരിപാടി കഴിഞ്ഞതാണല്ലോ. എന്നാലും നിങ്ങളെ ഗൂഗിൾ പേ നമ്പർ ഒന്ന് പറയും. എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല. പിന്നെ എടുക്കാം പ്രശ്നം. ഇല്ല, എന്റെ നമ്പർ അടിച്ചോളൂ. 3 ഇടപാടുണ്ട്. 3 ഇടപാടുണ്ട്.
എന്താപ്പത് കഥ? പകല് കിടന്നുറങ്ങി സ്വപ്നം കണ്ട് ശേഷം ഇറങ്ങിയപ്പോ ഇന്നലെ നേരം വൈകിട്ടേ ഞങ്ങളൊക്കെ നേരം പെയ്യല്ലേ കിടന്ന് തലെന്തോ ആയിട്ട് നമ്മള് എക്കോട്ടെ ഉണ്ടാവാനായിട്ട് ഞങ്ങളൊക്കെ കഴിഞ്ഞു ഉറക്കത്തിലായിരുന്നു. ലക്കോട്ടൊക്കെ എണ്ണിയോ? ആ എക്കോട്ടെ ഇജ്ജെന്ത് വരെ നല്ല ആളായി. ഇടപാടൊക്കെ കിട്ടിയോ? ആ കൊടുത്തിട്ടോ കിട്ടി. ശരിക്കും? ആ ഫുള്ളു കിട്ടി. അന്ന് കിട്ടണ്ടില്ലേ? ഇനി കടവും പീടി ബാക്കിയും ഉണ്ടാവും. പരിപാടി റാഹത്തായനുമാവും. ഇഷ്ടപ്പെട്ടു മാഷാ അല്ലാ. നമ്മളാ എല്ലാ ചെലവും കഴിച്ച് 2 ലക്ഷം റുപ്യ ആക്കില്ല. ആ സന്തോഷമായി. ഒരൊറ്റ ആക്കൂടി പൈസ കൊടുക്കാണ്ട് ഓന്. ആ കോഴിപ്പീടിയക്കാരൻ വിളിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് സംസാരിക്കാം. ഹലോ സൈഫോ, ശരിക്കും പൈസ ഫുള്ള് കിട്ടിയോ? എല്ലാരും പൈസയും കിട്ടി. വെച്ചാല് മൂപ്പർ പ്രതീക്ഷിക്കുന്നതിനെക്കാളും കൂടുതലാ പൈസ കിട്ടി. അത് മൂപ്പർ സന്തോഷം കണ്ടില്ലേ? ഈ ആ പാർസലായിട്ട് പോയതല്ല ബാബു? അത് ഞങ്ങള് കൊറേ പറഞ്ഞു പോയ പൈസ തരാനുള്ളത് തന്നോ? എനിക്ക് തരാൻ എന്താ എന്റെ ഉറക്ക് ഇപ്പോഴും റെഡി ആയില്ല. ഞാൻ കണ്ടു അന്റെ ലെക്കോട്ട് മാത്രമേ കാണാത്തുള്ളൂ. അപ്പൊ ഇജെന്തേ കൊടുത്തില്ല ഇനി? എന്റെ കല്യാണത്തിന് 2000 രൂപ വെച്ചിന്, ഞാനത് പറ്റ വിട്ടു. ഞാന് ഈ ചാമ്പലട്ടോ ആവോ പൈസ കൊടുത്താൽ നെയ്യൊന്നും ഈ പൈസ കൊടുക്കുകയൊന്ന് തിന്റെ ഇടം മറന്നു പോയത്. ഞാൻ എഴുതി തന്നു. എന്താ ചെന്നാ മൂപ്പർ വെച്ചാല് മൂപ്പർ മനസ്സിലെടുത്തുണ്ടാവില്ല. അതുണ്ടാവുക. ഞാൻ എഴുതിക്കോളാം. ഒന്ന് വേഗം കുപ്പായം മാറ്റി നമുക്ക് ആ സാധനമൊക്കെ ഒന്ന് കൊണ്ടുകൊടുക്കാൻ. സ്വപ്നം പഠിച്ചോനെ, ഈ വിരുന്നൊരു മനുഷ്യനെ കൊടുക്കാക്കട്ടെ.